ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ ഗ്രീൻ ഓട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ആപ്പിൻ്റെ ഷോറൂം ആയിട്ടുള്ള രാമനാട്ടുകരയിൽ ക്ലാസിക് മോട്ടോഴ്സിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. അവിടുത്തെ വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ആപ്പിൽ രണ്ട് വേരിയേഷനാണ് വരുന്നത്. ഒന്ന് ആപ്പ സിറ്റി പ്ലസ് ഉണ്ട്, ആപ്പ സിറ്റി ഉണ്ട്. ആപ്പ സിറ്റി പ്ലസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബാക്കിൽ പാസഞ്ചർ അല്ലാതെ പുറമെ ബാക്കിൽ ഒരു ഗുഡ് പേസ് ഉണ്ടാവും, സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റിയ ഒരു സ്ഥലങ്ങളുണ്ടാവും. ഇതാവുമ്പോൾ ആപ്പ സിറ്റിയിൽ അതുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ആപ്പ സിറ്റിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് വിവരങ്ങൾ നമുക്ക് അറിയാനാണ് ഇപ്പോൾ ആപ്പ സിറ്റി മാത്രമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്ത്. അപ്പോൾ ഇത് പറഞ്ഞാൽ നമ്മളെ വണ്ടികളെ സംബന്ധിച്ച് ഏറ്റവും ആപ്പേൻ്റെ ഏറ്റവും ചെറിയൊരു വണ്ടിയാണ്. ഇതിൽ പാസഞ്ചേഴ്സിനാണ് അധികം ഉള്ളത്. ഇതിൽ ഗുഡ്സും സാധനങ്ങളൊക്കെ കയറ്റാനുള്ള സ്റ്റോറേജൊക്കെ വളരെ കുറവാണ്, ഇല്ല എന്നാണ് പറയാം. നമ്മൾ സാധാരണ പാസഞ്ചർ ചെറിയ ഓട്ടം ഉണ്ടല്ലോ, ഇതെന്ന് വെച്ചാൽ B6 ആണ് വരുന്നത് ഇഞ്ചൻ. പക്ഷേ അത് B4ൻ്റെ ചെറിയ മാറ്റങ്ങൾ വരുത്തി B6ലേക്ക് കൺവേർട്ട് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റേതായ മാറ്റങ്ങളൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതിലിപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പറയുകയാണെന്ന് വെച്ചാൽ നമ്മൾ മറ്റേ വണ്ടിയിൽ കാണാത്ത രൂപത്തിലുള്ള ഒരു വാട്ടർ അസോത്ത് ഉണ്ട്. ഇതെന്ന് വെച്ചാൽ നമ്മൾ കൂളിങ്, അല്ലെങ്കിൽ കൂളിങ് മീൻസ് കൂളിംഗ് അല്ല, നമ്മൾ എന്താണ് പൊല്യൂഷൻ കുറക്കാൻ വേണ്ടിയിട്ടാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് സാധാ നോർമൽ വാട്ടറാണ് ഇതിൽ ഉപയോഗിക്കേണ്ടത്. വെള്ളം കുടിക്കുന്ന വാട്ടറാണ് ഉപയോഗിക്കേണ്ടത്, അല്ലാതെ സാധാരണ ചളിവെള്ളമോ അതുപോലത്തെ വേറെ എന്തെങ്കിലും കലക്കണോ അങ്ങനെ ഒന്നും ചെയ്യേണ്ട. 60 കിലോമീറ്ററിൽ 1 ലിറ്ററാണ് ഇതിൽ നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. അത് 60 കിലോമീറ്ററിൽ ഓടിക്കഴിഞ്ഞാൽ നമ്മൾ 1 ലിറ്ററോളം വെള്ളം അതിലേക്ക് ആഡ് ചെയ്യണം. അതാണ് ഇതിലിപ്പോൾ മെയിനായിട്ട് നമ്മളൊന്ന് നോക്കേണ്ട കാര്യം. അപ്പോൾ ഇത് ഷോറൂമിൻ്റെ ആയതുകൊണ്ടാണ് ഈ കണ്ടീഷനിൽ നിൽക്കുന്നത്. ഇത് ഗുഡും കാര്യങ്ങളൊക്കെ വരാനുണ്ട്. ഇത് ഇപ്പോഴത്തെ ക്ലീനിങ്ങും ഇതൊന്നും നോക്കണ്ട, കാരണം ഷോറൂമിൽ ഫുള്ളായിട്ട് പണി തീർന്നിട്ടില്ല. പണി തീർന്ന സെറ്റപ്പിലാണ് അവർ നമുക്ക് തരിക. ഒരു കസ്റ്റമർ വരുമ്പോൾ അതിനനുസരിച്ച് ഫുള്ള് ക്ലിയർ ചെയ്തിട്ട് അവനൊരു വണ്ടി ഇറക്കി കൊടുക്കണേ. ഇപ്പം നമ്മൾ പറഞ്ഞു തരുകയാണെങ്കിൽ ഇതാണ് വാട്ടറിൻ്റെ ഇതിൻ്റെ സെറ്റപ്പ്. ഇതിലാണ് നമ്മൾ വാട്ടർ ഫില്ല് ചെയ്യേണ്ടത്. അതിന് എന്ന് വെച്ചാൽ നമ്മൾ പൊല്യൂഷൻ കുറക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ അധികം ഡീസൽ വണ്ടിക്ക് പൊല്യൂഷൻ കൂടുതലാണെന്നുള്ളൊരു പരാതി കൊണ്ടാണ് ഈ ഒരു സെറ്റപ്പ് ഇതിലേക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ അതേപോലെ തന്നെ ഇവിടെ ഒരു അറയുണ്ട്, കാര്യം നമുക്ക് ടൂൾസും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് സീറ്റിൻ്റെ അടിയിൽ തന്നെ. സ്റ്റാർട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞുതരാം. ഇത് സംഭവം സാധാരണ ആപ്പ് ഓടിക്കുന്ന അതേപോലെ തന്നെയാണ്, അതിലൊരു മാറ്റമൊന്നുമില്ല. ഇതിൻ്റെ ഇത് വരുന്നതെന്ന് വെച്ചാൽ നമ്മളെ സ്റ്റെപ്പിനും കാര്യങ്ങളൊക്കെ വരുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്ക് സൈഡിൽ തന്നെയാണ്. ഇവിടെയാണ് നമുക്ക് സാധനങ്ങൾ സാധാ പാസഞ്ചറിൻ്റെ മറ്റേ സിറ്റി പ്ലസിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചുകൂടി ഇവിടെ പ്ലേസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതിന് അതില്ല എന്നുള്ളൂ, വേറെ ഒരു കുഴപ്പമില്ല. നമ്മൾ സാധാ പാസഞ്ചർ ഡീസലാണ് വണ്ടി വേരിയേഷൻ വരുന്നത്. മൈലേജ് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ 10-38 വരെ കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു. കമ്പനി 35 പറയുന്നത്, പക്ഷേ 38 വരെ കിട്ടിയവരുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഈ വണ്ടി നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി. ഇത് സ്റ്റാർട്ടിങ്, ഇത് ഓണ്, ഇത് ലൈറ്റും കാര്യങ്ങളും, ഇതിൻ്റെ ഹെഡ്ലൈറ്റ്, വൈപ്പർ, പാർക്കിംഗ് ലൈറ്റ്, അങ്ങനെയുള്ള സാധനങ്ങൾ. ഇവിടെ നമ്മൾ സ്പെഷ്യലായിട്ട് ചാർജിങ് കണക്ഷൻ വരുന്നുണ്ട്. അത് സ്പെഷ്യലായിട്ട് ഇതിൻ്റെ തന്നെ USB പിന്ന് നേരിട്ട് വയറ് മാത്രം കൊടുത്താൽ മതി, ബാക്കി ഫുൾ സെറ്റാണ്. പിന്നെ ഹാൻഡ് ബ്രേക്ക്, ഇത് ഇവിടെ ബ്രേക്ക്, ഇത് റിവേഴ്സ് എന്ന് പറഞ്ഞാൽ താഴത്തേക്ക് ഇടണം. ഇത് സ്റ്റോപ്പ്, ഇത് DC. പക്ഷേ ഇത് നമ്മളെന്ന് വെച്ചാൽ സെൻസർ ആണോ എന്ന് ചോദിച്ചാൽ സെൻസറാണ്. പക്ഷേ എന്നാൽ നമുക്ക് ആ സെൻസർ മാറ്റാൻ പറ്റും, ഏത് വർക്ക്ഷോപ്പിൽ പോയാലും നമുക്ക് ചെയ്യാൻ പറ്റും. മറ്റേതാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ സെൻസർ എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏത് കമ്പനിയിൽ പോയിട്ട് നേരിട്ട് ഇവിടെ തന്നെ വരണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ വേണ്ട, ഏത് വർക്ക്ഷോപ്പിൽ പോയി നമുക്ക് വർക്ക്ഷോപ്പ് പണി എടുക്കാൻ പറ്റും എന്നാണ് പറഞ്ഞത്. സെൻസർ ഒഴിവാക്കിയാലും വണ്ടി സ്റ്റാർട്ട് ആവായോ ഓടാൻ പോകാൻ പറ്റായോ ഒന്നും വരാനില്ല. സെൻസറിൻ്റെ വയർ ഓഫ് ആക്കിയിട്ടാൽ അത് ഇത്രയേ ഉള്ളൂ. പിന്നെ ഇത് ഹാൻഡ് ബ്രേക്ക് നമുക്കറിയാം. ഇത് എന്ന് പറഞ്ഞാൽ DC എങ്ങനെ വണ്ടി സ്റ്റാർട്ടാക്കി വെച്ചാൽ ചാവി ഓൺ ആക്കുക, അതിന് ശേഷം DC ഒന്ന് മുകൾക്കാക്കിയതിൻ്റെ ശേഷം ഒന്ന് താഴ്ത്തുക, സ്റ്റാർട്ടാക്കുക. ഇത്രയേ ഉള്ളൂ പണി. ഓട്ടോമാറ്റിക് അത്രയേ ഉള്ളൂ പണി. പിന്നെ സ്റ്റോപ്പ് ആക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതാണ് വണ്ടീൻ്റെ സൗണ്ട് വരുന്നത്. ഓഫ് ആക്കണമെന്നുണ്ടെങ്കിൽ ഓഫ് പാൻറ്റ് സ്വിച്ച് ചെയ്തൊന്ന് വലിച്ചു കഴിഞ്ഞാൽ വണ്ടി ഓഫായി. അത്രയേ ഉള്ളൂ ഇതിൻ്റെ അവസ്ഥ. റിവേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ താഴത്തേക്ക് ഇങ്ങനെ വലിച്ചിട്ട് ഒരു ലോക്ക് ഇടും, അപ്പോൾ റിവേഴ്സ് ആവും. അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടി ഉള്ളിലോട്ട് താത്തിക്കാണ്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ റിവേഴ്സ് മാറും ചെയ്യും. അതാണ് ഇതിൻ്റെ സിസ്റ്റം വരുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി പറയാനുള്ളത് വെച്ചാൽ ഈ വണ്ടി എടുക്കാൻ ഇതിന് ഡൗൺ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ന് വെച്ചാൽ എല്ലാം ഫിനാൻസിനനുസരിച്ചാണ്. ആണ്ടും കൊണ്ടും കാര്യങ്ങൾ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ നമ്പറും കാര്യങ്ങളും ഈ ക്ലാസിക് മോട്ടോഴ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കൊടുക്കാം. അവരെ കോൺടാക്ട് ചെയ്താൽ ഏത് സമയത്തും നിങ്ങൾക്ക് കറക്റ്റായിട്ട് റീപ്ലൈ കിട്ടും. ഇത് ജസ്റ്റ് ഞങ്ങൾ ഈ ആപ്പിൻ്റെ സിറ്റിൻ്റെ ഇന്ന കാര്യങ്ങളാണ് ഇതിലാണ് നിൽക്കുന്നതെന്നുള്ള ജസ്റ്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി, അവർ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ നിർത്തുകയാണ്. നമുക്ക് അടുത്ത വീഡിയോസുമായിട്ട് കാണാം. ഓക്കെ, ബൈ. Fucking with my gang, we popping off the big skank. Get hopping off of my lane. I know these bars I got are insane. Cause I'm fucking the track. I talk like a Mac when I rat-a-tat-tat and I leave your brain